Meet the editors. കോട്ട പിളരുന്നോ എന്നാണ് ചോദ്യം. ആദ്യം കുഞ്ഞിക്കിഷൻ, മലമ്പുഴയിൽ BSന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ്, പിന്നെ ആലപ്പുഴയിലേക്ക് വന്നാൽ G സുധാകരൻ, വീണ്ടും കണ്ണൂരിലേക്ക് പോയാൽ ഇപ്പോൾ ഇതാ TK ഗോവിന്ദൻ. കണ്ണൂരിൽ തന്നെ ഇപ്പോൾ കുഞ്ഞിക്കിഷൻ, അതേപോലെ TK ഗോവിന്ദൻ, രണ്ടുപേർ കണ്ണൂരിൽ മാത്രം വിമതരായിട്ട് നിൽക്കുന്നു. ഒരു വിസ്മയം കൂടി ഉണ്ടാവുമെന്ന് ഒരു രഹസ്യം പറച്ചിലുണ്ട്. ഇതുവരെയും അതിൽ വ്യക്തത വന്നിട്ടില്ല. കണ്ണൂരിൽ കോട്ട പിളരുകയാണോ? നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നുണ്ട്. അതെ, കോട്ട പിളരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരിൽ CPM ഒരു സ്വഭാവമുണ്ട്. അവിടെ എന്താ പറയുക, അത്രയും ഉരുക്കു കോട്ടയാണ്. അതിനെ ഭേദിച്ച് പുറത്തേക്ക് വരാറില്ല പൊതുവെ നേതാക്കൾ. അതിനകത്ത് തന്നെ പല ശബ്ദങ്ങളും നിശബ്ദരാക്കപ്പെടുകയാണ് പൊതുവെ സംഭവിക്കാറ്. എന്തെങ്കിലും എതിർ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ P ജയരാജൻ്റെ കാര്യത്തിലും നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എതിർ ശബ്ദങ്ങൾ ഏതുവരെ നിന്നിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് CPMലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളാണ്. ഈ 60-65 വർഷം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ G സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിലും 63 വർഷം, ഇപ്പോൾ TK ഗോവിന്ദൻ്റെ കാര്യത്തിലാണെങ്കിലും 60 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇത്രയും പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് TK ഗോവിന്ദൻ എന്ന് വെച്ചാൽ. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ അവിടെ പല ക്രൈസിസുകളും മാനേജ് ചെയ്യുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ക്ലേ ആൻഡ് സെറാമിക്സിന്റെ ചെയർമാൻ ആയിരുന്നു, അല്ലേ? അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൈത്തറി കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് CPM ഏറ്റെടുത്തതിന് ശേഷം അതിന്റെ ചെയർമാനാണ്. അവിടെ ആ പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ അതിന് മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മയ്യിൽ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രദേശം എന്നുള്ളത് മലപ്പട്ടം എന്നാണ്. മലപ്പട്ടം മയ്യിൽ പ്രദേശങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഇപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ആ മണ്ഡലം യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ തളിപ്പറമ്പ് പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് മുസ്ലിം ലീഗിനൊക്കെ കുറച്ച് സ്വാധീനമുള്ള മേഖലകളുണ്ട്. അവിടെ ഒരു വലിയ മുന്നേറ്റമുണ്ടായാലും അതിനെ മറികടക്കുന്ന എപ്പോഴും ഈ ആന്തൂറിലും മലപ്പട്ടത്തിലെ വോട്ട് കൊണ്ടാണ്. അവിടെ ഒരു എതിർ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകില്ല. ആ തരത്തിൽ അവിടെ പാർട്ടി കോട്ടയാണ്. തളിപ്പറമ്പ്, അതുപോലെ തന്നെ നമ്മളീ പറയുന്ന പയ്യന്നൂർ, ഈ രണ്ട് സ്ഥലങ്ങളും പാർട്ടിയുടെ അത്രയും ശക്തമായ ഇടങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഒരു ഇളക്കമുണ്ടായിരിക്കുന്നത്. ആ ഇളക്കമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് TK ഗോവിന്ദൻ പറഞ്ഞത് എന്നുള്ളതാണ്. TK ഗോവിന്ദൻ ഇപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് MV ഗോവിന്ദൻ അത് തൻ്റെ 3 ടേം കഴിഞ്ഞപ്പോൾ തനിക്ക് ശേഷം ഭാര്യ എന്ന രൂപത്തിലേക്ക് അത് നടപ്പാക്കുമ്പോൾ PK ശ്യാമള അവിടേക്ക് എത്തുന്നത് അതിന് പാർട്ടിയുടെ യഥാർത്ഥ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അതിലൊരു ഗൂഢതന്ത്രമുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നു, പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. മണ്ഡലം കമ്മിറ്റികളിലടക്കം അതിനുണ്ടായ എതിർപ്പ്, അത് അദ്ദേഹം പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ 7 പേർ ശ്യാമള ടീച്ചർ മത്സരിക്കുന്നതിന് എതിരായിരുന്നു എന്നുള്ളതാണ്. 3 പേരുടെ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താനും എതിർത്തു. ആ പേര് വന്നപ്പോൾ PK ശ്യാമളയാണ് എന്ന പേര് പറഞ്ഞു. ആദ്യം പറഞ്ഞൊരു സ്ത്രീ വേണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ വേണം എന്ന് പറയുമ്പോൾ താൻ നിർദ്ദേശിച്ചത് ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുകന്യയുടെ പേരാണ്. അപ്പോൾ അങ്ങനെയല്ല, PK ശ്യാമള എന്ന പേരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ MV ഗോവിന്ദനും അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ താൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ പ്രചാരണത്തിന് ഉണ്ടാകില്ല എന്ന് താൻ തന്നെ തൻ്റെ എതിർപ്പ് അറിയിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇപ്പോഴും, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ആൾ നടത്തുന്ന വാർത്താ സമ്മേളനമാണെന്ന് ഓർക്കണം. മറ്റേത് വി കുഞ്ഞികൃഷ്ണനാകട്ടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ 2 നേതാക്കളും ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് പാർട്ടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചത്. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പുറത്തേക്ക് പോകുമ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് എന്ന കാര്യങ്ങളാണ് ഈ വെളിപ്പെടുത്തലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി ഖണ്ഡിക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ ഒരു വർഗ്ഗവഞ്ചകൻ എന്നുള്ള സ്ഥിരം ശൈലിയിലുള്ള ഒരു മറുപടിയാണ്. അതിലപ്പുറം ഈ ആരോപണങ്ങളോട് ഉന്നയിക്കപ്പെടുന്ന ഗൗരവത്തിലുള്ള ആരോപണങ്ങൾക്ക് എന്ത് മറുപടി നൽകുന്നുള്ളതാണ്. എപ്പോഴും CPMുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്ന അഴിമതി ഇല്ലല്ലോ എന്നുള്ളതാണല്ലോ. പക്ഷേ പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പോൾ TK ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണമാണ്. അവിടെ ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി അവിടെ നടപ്പാക്കുമ്പോൾ അതിലേക്ക് വരുന്ന ഫണ്ട് അത് സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിന് ഉറപ്പില്ല. സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു, പൈസ പലതും വരുന്നു, അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. പാർട്ടിയെ കൊണ്ട് അത് പാർട്ടിക്കകത്തേക്ക് ആ കണക്കുകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? സിനിമാക്കാരെയൊക്കെ കൊണ്ടുവരുന്നത്. സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം ആർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് MV ഗോവിന്ദൻ്റെ മകനിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെ ആ അഴിമതി ആരോപണം MV ഗോവിന്ദൻ്റെ കുടുംബം അഴിമതിയാണ് നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഗുരുതരമായി ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് എന്താണ്, നമ്മൾ കേരളം ദീർഘകാലം ചർച്ച ചെയ്യുന്ന ആന്തൂർ സാജന്റെ മരണം
ആരോപണം ഒന്നുകൂടി ഈ ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉയർത്തിവിടുകയാണ്. ആന്തൂർ സാജന് ബിസിനസ് തുടങ്ങാൻ ഞാൻ ഈ കസേരയിലുള്ളപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ പാർട്ടി പത്രത്തിലടക്കം അപമാനിക്കപ്പെട്ട് വന്നിരുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ അവിടെ ആന്തൂറിൽ വലിയ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധമുയരുമ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടി അന്ന് ആരാണ്? പി ജയരാജനാണ് ജില്ലാ സെക്രട്ടറി. പി ജയരാജൻ പറയുന്നു പി കെ ശ്യാമളയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് അവിടെ അണികൾക്ക് നൽകുന്നതെന്നുള്ളതാണ്. അത് അങ്ങനെ പറഞ്ഞ ശേഷം അത് തണുപ്പിക്കുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. പക്ഷേ പി ജയരാജന്റെ കാര്യത്തിൽ പിന്നീട് നടപടി ഉണ്ടാകുന്നു. പി ജയരാജനെ പിന്നീട് മത്സരിപ്പിക്കുന്നു, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതേസമയം വി എൻ വാസവനെ മാറ്റിയിരുന്നു. വി എൻ വാസവൻ പക്ഷേ പിന്നീട് തിരിച്ചെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പി ജയരാജന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് പി ജയരാജന് അതിൽ കിട്ടിയ ശിക്ഷ എന്നുള്ളതാണ്. അത് എം വി ഗോവിന്ദൻ അങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുത്തു എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇനി പിണറായി വിജയൻ ഇതൊക്കെ അറിയാമോ? പിണറായി വിജയൻ ഇതൊക്കെ അറിയാമെന്നും പിണറായി വിജയൻ അതിലൊന്നും ഒന്നും ചെയ്യില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ അതിശക്തമായി ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സംഘടനാ രീതിക്കും ധാർമ്മികതയ്ക്കും നിരക്കാത്ത രീതിയിലാണ് പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ആരോപണമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ആ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. വർഗവഞ്ചകൻ, ഇതാണ് നമ്മൾ ജി സുധാകരന്റെ കാര്യത്തിലും കേട്ടുന്നത്. വർഗവഞ്ചകൻ എന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ മറുപടി ഉണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. പാർട്ടിയുടെ അവിടുത്തെ കണ്ണൂരിലെ ആ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനൊക്കെ എം വി ഗോവിന്ദൻ മറുപടി പറയുമോ? പി കെ ശ്യാമള മറുപടി പറയുമോ? നമുക്കറിയാം തളിപ്പറമ്പിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. മധുസൂദനുമായി ബന്ധപ്പെട്ടും വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ആരോപണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. രണ്ടുപേരും മത്സരിക്കാൻ ഇറങ്ങുന്നത് പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റേത് എന്തായിരുന്നു? രക്തസാക്ഷി ഫണ്ടിലെ അഴിമതിയാണ്. ആ കണക്കുകൾ ശരിയായിരുന്നു, വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്കുകൾ ശരിയായിരുന്നു എന്നാണ് ഇന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് നേതാക്കളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ ഇന്നതാ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ പിന്തുണ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരു തളിപ്പറമ്പിൽ 2116 വോട്ടിന്റെ UDF ലീഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ഉയർച്ചയുണ്ടാക്കാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൊണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു എതിർപ്പ് ഈ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്ന ടി കെ ഗോവിന്ദന്റെ എതിർപ്പ് അത് അദ്ദേഹത്തിന്റെ മാത്രം എതിർപ്പാണോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിനൊപ്പം വേറെയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കണ്ണൂരിലെ നേതാക്കൾ അഥവാ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. ഇത് യഥാർത്ഥത്തിൽ അവിടെ ചില മറുപടികൾ ചിലർക്കായി നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലെ മറുപടിയാണ്. കണ്ണൂർ എന്നാൽ കോട്ടയാണ് എന്നും കണ്ണൂരിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പും ഈ പറയുന്ന പയ്യന്നൂരുമെന്നും ഒരു തരത്തിലും ഇളക്കം സംഭവിക്കുകയില്ല എന്ന് ആത്മവിശ്വാസം കൊള്ളുമ്പോഴാണ് ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം എന്ന് വരുന്നത്. അവിടെ കോൺഗ്രസിന് കൂടെ പിന്തുണ വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഈ പ്രചാരണത്തിൽ വരും. അപ്പോൾ മറിച്ച് ആ മറുപടി വർഗവഞ്ചകൻ എന്നുള്ള മറുപടി മതിയാവില്ല. അതിലപ്പുറം ഇവർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഇന്നുവരെയും അവരുടെ പാർട്ടിയുടെ ഭാഗമായിരുന്നല്ലോ. അവർ ഇറങ്ങിക്കഴിയുമ്പോൾ അവരങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഞങ്ങൾ ഇതൊക്കെ ഉന്നയിച്ചിരുന്നു, അകത്ത് ഉന്നയിച്ചിട്ടും അത് അവിടെ കേൾക്കാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകുന്നത് എന്ന ന്യായം ഇവർ പറയുമ്പോൾ തിരിച്ചുള്ള മറുപടികളും അതേപോലെ നല്ല ഉറച്ച മറുപടികളായിരിക്കണം. ആ മറുപടി ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ്. കോട്ട പിളരുന്നോ എന്നാണ് ചോദ്യം. കോട്ട പിളരുന്നോ മധു? തളിപ്പറമ്പിലൊന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തളിപ്പറമ്പിൽ ജനിച്ച ഒരാളാണ്, സ്വാഭാവികമായും. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10,22,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിലുണ്ട്. അതിന് മുൻപ് 40,000 വോട്ടുമായിരുന്നു. കഴിഞ്ഞ തവണയാണ് അത് 22,000-ലേക്ക് വന്നത്. 22,000 ഒരു ചെറിയ സംഖ്യയല്ല. ഒരു വിമത നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറാൻ പര്യാപ്തമായ ഒരു സംഖ്യയല്ല 22,000 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്ന് മാറ്റിക്കുത്തുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുമായി കലഹിക്കും, പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ടാകും, ഈ പരാതികൾ പാർട്ടിയിൽ ഉന്നയിക്കും, പുറത്തും ഒരുപക്ഷെ ഉന്നയിച്ചു എന്നിരിക്കും. അതിലേറെയുള്ളവർ പാർട്ടിക്ക് പുറത്തു പോവുകയും ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്നവരൊക്കെ പാർട്ടിക്കാർ തന്നെയാണ്. അവർ വർഗവഞ്ചകരായി ജനിച്ചതൊന്നുമല്ല. അവർ പാർട്ടിക്കാർ തന്നെയാണ്. പാർട്ടി ചട്ടങ്ങളിൽ ഊന്നുനിന്ന് വളർന്നവർ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇതല്ല ഇടത് എന്ന് ചിന്തിക്കുന്നു, അവർ പിളർന്നു പോകാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു എന്നേ ഉള്ളൂ.
പക്ഷേ അതിനുള്ളിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്ക് ഈ മാറ്റിക്കുത്തൽ, പുറത്തു പോകൽ, പിളർന്നു പോകൽ ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അവിടെ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തളിപ്പറമ്പിൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് വലിയ തോതിലുള്ള അസംതൃപ്തിയും പരാതികളും അതിൻ്റെ പ്രതിഫലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഇത് മാധ്യമങ്ങളുടെ മുറുമുറുപ്പ്, വലതുപക്ഷ മാധ്യമങ്ങളുടെ മുറുമുറുപ്പ്, പ്രതിപക്ഷത്തിൻ്റെ കുത്തിത്തിരിപ്പ്, ഇതിലൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. ഇതിലൊന്നും നിൽക്കുന്ന ആ പരിധിക്കുള്ളിലോ പരിമിതിക്കുള്ളിലോ നിൽക്കുന്ന കാര്യമല്ല. അടിസ്ഥാനപരമായി പാർട്ടിക്കാരിൽ നിന്നാണ് ആ വിമർശനം ഉയർന്നു വന്നത്. ഓരോരുത്തരും ആ വിമർശനം അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെയോ പാർട്ടി ഘടകങ്ങളിലോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ ആരാണ് പാർട്ടി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആരാണ് പാർട്ടി? അത് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ നേതാക്കളും മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അവരും കൂടി ചേരുന്നതാണ്, അണികൾ കൂടി ചേരുന്നതാണ് പാർട്ടി. അവിടെ സ്വാഭാവികമായ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ രാഷ്ട്രീയ വിമർശനം എന്നല്ല കാണേണ്ടത്. അത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് കാണുകയും പരിഗണിക്കുകയും വേണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥി പി കെ ശ്യാമള എന്ന് പറഞ്ഞു കേട്ടാൽ, ഇപ്പൊ കണ്ണൂരിലെ ഘടകങ്ങൾക്കുള്ളിൽ അവർ പാർട്ടിക്കുള്ളിൽ വളർന്നു വന്ന് 10-40 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിനുള്ളിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ്. പി ദിവ്യ അങ്ങനെയാണ്. പക്ഷെ പുറത്തേക്ക് പി കെ ശ്യാമള എന്ന പേര് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെയാണ്. അപ്പോൾ അത് ഒരു ഇമേജാണ്. അതിൽ പാർട്ടി അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇന്നിപ്പോൾ ടി കെ ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ പാർട്ടി ഭാഷയിൽ പറയുകയാണെന്ന് വിചാരിച്ചോ, ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട്, പര്യാപ്തമാണല്ലോ, വിമർശിക്കുന്നില്ല. ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ പേര് പാർട്ടി എടുത്തു വെക്കുമ്പോൾ അവിടെ വിമർശനം വരുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നേ, അതിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നേ. അതിൽ ഉയരുന്ന വിമർശനങ്ങൾ, ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ 3 പേരൊഴികെയുള്ളവരെല്ലാവരും വിമർശനം ഉന്നയിച്ചു എന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത്. ടി കെ ഗോവിന്ദൻ അത് പറയുന്നത് പുറത്തു പോയിട്ടല്ല, ആ കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആരും അത് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. കെ രാഗേഷ് നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും കമ്മിറ്റിയിൽ സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്, അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പേര് പോകുന്നത് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇ പി ജയരാജനോട് ഇന്ന് മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ ഇ പി ജയരാജൻ ഒന്നും സംസാരിക്കുന്നില്ല. ഈ കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് എം വി ജയരാജനാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് യോഗം നടന്നത്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയാൻ ഏൽപ്പിച്ച എം വി ജയരാജൻ അത് പറയുകയാണ്. ഇ പി ജയരാജന്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് യോഗം ചേർന്നത്, ടി കെ ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അപ്പോഴും വാർത്താ സമ്മേളനം വിളിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പാർട്ടി അറിയുന്നുണ്ടായിരുന്നു. അതൊരു സമവായത്തിലേക്ക് എത്തിക്കാനോ ചർച്ച നടത്താനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സമവായ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതിലുള്ള ആഴത്തിലുള്ള പിളർപ്പ് അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ടി കെ ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഒരു വിമതന്റെ വിയോജനക്കുറിപ്പ് എന്ന നിലയ്ക്ക് പാർട്ടി ഘടകങ്ങളിൽ പഠിക്കാൻ വെക്കാവുന്ന ഒന്നാണ്. എന്താണെന്നറിയാമോ? ആദ്യം തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായി KSF-ലൂടെ KSYF-ലൂടെ വളർന്നു വന്ന, എം വി ഗോവിന്ദന് തൊട്ടു പിന്നാലെ വളർന്നു വന്ന, അതൊരു പ്രയോഗമാണ് കേട്ടോ, എം വി ഗോവിന്ദന് തൊട്ടു പിന്നാലെ പാർട്ടി ഘടകങ്ങളിൽ വളർന്നു വന്നത് ഞാനാണ്, പി കെ ശ്യാമള അല്ല എന്നാ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഓരോ ഘടകങ്ങളായി ഏറ്റെടുക്കുന്ന, ശ്രീകണ്ഠാപുരം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അങ്ങോട്ട് ചുമതലയേറ്റു പോകുന്ന 10-75 വയസ്സുള്ള, ഇതുവരെ ഒരു പാർട്ടിക്കാരനോടോ ഒരു നേതാവിനോടോ പോയി ഒരു സ്ഥാനത്തിനും ചോദിക്കാത്ത, പാർട്ടി വിരുദ്ധ പാർലമെന്ററി വ്യാമോഹത്തിന്റെ വക്താവായി വരുന്ന ആളല്ല ഞാൻ. 75 വയസ്സായിട്ട് ഞാൻ ഇതുവരെ ഈ പറയുന്ന പാർലമെന്ററി പരിപാടിക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു സീറ്റും ചോദിച്ച ഒരാളുടെ അടുത്തേക്ക് പോയിട്ടില്ല. എനിക്ക് അടുത്ത വർഷം ഘടകത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഞാൻ ഇതുവരെയും ഒന്നിനും പോയിട്ടില്ല. പക്ഷേ എനിക്കിതിൽ വിയോജിപ്പുണ്ട്. ഞാൻ വേണ്ടി വന്നാൽ മത്സരിക്കും. അതെൻ്റെ വിയോജിപ്പിൻ്റെ പ്രകടനമാണ്, എൻ്റെ പ്രതിഷേധമാണ് എന്ന നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന അതിനുശേഷം എന്താണ് പറയുന്നത്? പി കെ ശ്യാമളയുമായി ബന്ധപ്പെട്ട ആരോപണം എനിക്ക് നോക്കൂ, എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതുവരെ ഒരഴിമതിയുടെയും പഴകിയിട്ടില്ലാത്ത നേതാവാണ്. ഇപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ വിമർശിക്കുന്നുണ്ടാവും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് പഴയ RSS ബന്ധം ഒക്കെ വലിയ വിവാദമായ കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അഴിമതി എന്നൊരു പഴി ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട. കാശിൻ്റെ താല്പര്യമില്ല എന്നാ കണ്ണൂരിൽ പറയാ. മാഷിക്ക് കാശിൻ്റെ താല്പര്യമില്ല, ബാക്കിയുള്ളത് അപ്പോൾ പിന്നെ വേറെ ആർക്കും വഴിപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പദവിയിലേക്കൊക്കെ യാതൊരു തർക്കവും ചിന്തയും ഇല്ലാതെ അദ്ദേഹം കടന്നു വരുന്നത്. ആ മനുഷ്യനാണ് ഇന്ന് പഴിയേക്കുന്നത്. ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു കാര്യം എം വി ഗോവിന്ദ മാസ്റ്റർക്കെതിരെ ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അടുത്ത സ്ട്രൈക്ക് എവിടെയാണെന്ന് അറിയാമോ? അടുത്ത സ്ട്രൈക്ക് കൃത്യമായിട്ട് വരുന്നത് കുറേ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വനിതയാവണമെങ്കിൽ ജയസുകന്യ ആകട്ടെ, എന്താ ഒരു പാർട്ടിക്കാരന് നിഷേധിക്കാൻ കഴിയാത്തൊരു പേരാ.
ജനകീയമാണ്, പാർട്ടി ഘടകങ്ങൾ ഇതുപോലെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. ജയസുകന്യ ആകട്ടെ, അപ്പോൾ അവിടെ ഒരു കൊട്ടിരിക്കുകയാണ്. എൻ ഷംസീറിന് ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എൻ ഷംസീറിനെ വേണമെങ്കിൽ മത്സരിപ്പിക്കാമല്ലോ. അപ്പോൾ അത് അടുത്ത കൊട്ട് വരികയാണ്. ശൈലജ ടീച്ചർ എന്തിനാ മാറ്റിയത്? നാട് കടത്തിയതല്ലേ? അപ്പോൾ അടുത്ത കൊട്ട് വരികയാണ്. അപ്പോൾ അതിന് പിന്നാലെ പി ജയരാജൻ, ഈ അവസാനത്തെ ആണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ പി ജയരാജനെ ഒതുക്കിയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. നോക്കൂ, ഇതിപ്പം പാർട്ടിക്ക് കൃത്യമായി വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിലും ഈ നേതാക്കൾ ആരും ഇതുവരെ പരിഭവമോ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എങ്കിലും ഇതൊക്കെ വിഷയങ്ങളാണെന്നേ. ആ വിഷയങ്ങളായി തൊട്ടുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ്, അതൊരു അരമണിക്കൂറിൽ നിർത്തിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ പ്രതിരോധത്തിലേക്ക്, പിന്നെ അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ടി കെ ഗോവിന്ദനെ കുറിച്ച് പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ട്, ഒരു അരമണിക്കൂറിൽ നിർത്തിയിരുന്നെങ്കിൽ ക്ലാസിക് വാർത്താ സമ്മേളനം എന്ന നിലയ്ക്ക് അത് പരിഗണിക്കപ്പെട്ടേനെ എന്നുള്ളതാണ്. ഈ തളിപ്പറമ്പിലെ അണികളിൽ നിന്നാണ് ഈ കടുത്ത വിയോജിപ്പും വിമർശനവും ഒക്കെ വന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം പാർട്ടി ഘടകങ്ങളിലല്ല, തളിപ്പറമ്പിൽ ഓരോ കുടുംബവും ഓരോ പാർട്ടി ഘടകമാണെന്നേ, അവിടെയൊക്കെ ഈ വിഷയം ചർച്ചയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലപ്പട്ടത്ത് നിന്നാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരാളിയില്ലാതെ ജയിച്ചു പോയ ഇടമാണ് മലപ്പട്ടം അടക്കം. 10-1 LDF തുടങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയും സ്വന്തമാക്കിയിട്ട് അതൊക്കെ ഈ പാർട്ടി കോട്ടയിൽ നിന്നുകൊണ്ടാ. അവിടെ നിന്നാണ് ഈ വിമത നീക്കം ഉണ്ടാകുന്നത് എന്നത് പ്രധാനമാണ്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പ്രശ്നം ടി ഐ മധുസൂദനുമായി ബന്ധപ്പെട്ട്, മധുസൂദനും മതി സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. എന്താ കാര്യം? വേണം, അതായത് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആരോപിക്കാം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ടി ഐ മധുസൂദനെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്നു. അപ്പോൾ പി കെ ശ്യാമളയോ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റുന്നു എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ ആ നിലയ്ക്ക് ഒരു പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് ഇന്ന് ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ ക്ലാരിറ്റി അവിടെയുള്ള അണികൾക്ക്, ഏറ്റവും ചുരുങ്ങിയത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. കോട്ട പിളരുന്നോ എന്നതാണ് ചോദ്യം. കോട്ട പിളരുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. ആ ശബ്ദങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് പാർട്ടി പരിഹരിക്കുമെന്നുള്ളത്. ഇതിനേക്കാൾ വലിയ ശബ്ദങ്ങൾ കണ്ണൂർ കേട്ടിട്ടുണ്ട്. എം വി രാഘവൻ എന്ന് പറയുന്ന ഒരു വൻമരം ഇറങ്ങിപ്പോയ പാർട്ടിയാണ്. ആ പാർട്ടി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത് കണ്ടിട്ടുണ്ട്. KR ഗൗരിയമ്മ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നിരവധി ആളുകൾ പാർട്ടി വിട്ടു പോകാറുണ്ട്. പാർട്ടി വിട്ടു പോയവരിൽ ചിലരെങ്കിലും ഗൗരിയമ്മയെ പോലെയുള്ളവർ പിന്നീട് തിരികെ വരികയും ചെയ്തിട്ടുണ്ട്. ചരിത്രമുണ്ട്, സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന ഈ ശബ്ദം, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം എന്തുകൊണ്ടാണ് ടി കെ ഗോവിന്ദനെ പോലെ 6 പതിറ്റാണ്ട് രാഷ്ട്രീയ പരിചയമുള്ള, പാർട്ടിയുടെ എല്ലാ ക്ലാസ്സുകളിലും പാർട്ടിയുടെ എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കാളിയായൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിലോമ ശക്തികളെ ശക്തി കൊടുക്കും വിധത്തിലുള്ള പ്രസ്താവനയുമായി ഇറങ്ങുന്നതും ഒപ്പം വർഗ്ഗശത്രുക്കളെന്ന് ഒരു കാലത്ത് വിശേഷിച്ചിലൂടെ പിന്തുണ വാങ്ങി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതും? ഇത് തന്നെയാണ് ജി സുധാകരൻ്റെ കാര്യത്തിലുമുള്ളത്. കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അവിടെ പാർലമെൻ്ററി വ്യാമോഹമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണനെ തുണച്ചിരിക്കുന്നത്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി യുകയാണ്. ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത്, ഈ തളിപ്പറമ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൽ തുടങ്ങാം. തളിപ്പറമ്പിൽ എന്താ സംഭവിച്ചത്? ആരാണ് ടി കെ ഗോവിന്ദൻ? ടി കെ ഗോവിന്ദന് പാർട്ടി പദവികളൊന്നും നൽകിയിട്ടില്ലേ? നേരത്തെ സ്മൃതി അത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ടി കെ ഗോവിന്ദന് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി നൽകിയ പദവികൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ്? പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായിട്ട് ടി കെ ഗോവിന്ദനെയാണ് പരിഗണിച്ചത്. തീർന്നില്ല, ക്ലേസ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പദവിയല്ല. ഇത് AC-യിൽ ഇരുന്ന് വളരെ കൃത്യം ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന ചെയർമാൻഷിപ്പുകൾ 3 എണ്ണമാണ്. 1 പരിയാരം മെഡിക്കൽ കോളേജ്, 2 ക്ലേസ് ആൻഡ് സിറാമിക്സ് ചെയർമാൻ, 3 ഹാൻവീവിൻ്റെ ചെയർമാൻ. ഇതൊക്കെ പാർട്ടിയാണല്ലോ കൊടുക്കുന്നത്. പാർട്ടി കൊടുക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട, ഈ ചെയർമാൻ സ്ഥാനത്തേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കർഷകർക്കൊപ്പമുള്ള അവിടുത്തെ സാധാരണ പൊരുവയിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, ഞാൻ പോയി പ്രവർത്തിച്ചുകൊള്ളാം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ സമയത്ത് ഹാൻവീവിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും ക്ലേസ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും എല്ലാം ഏറ്റെടുത്തതല്ലേ ഇദ്ദേഹം? തീർന്നില്ലല്ലോ. കേരള വികസന ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെയൊക്കെ ഭാരവാഹിത്വത്തിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ടി കെ രമണി, ഇത് വലിയ തമാശ എന്തെന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷിനെ വിമർശിച്ചുകൊണ്ട് പറയാണ്, ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പി കെ ശ്യാമളയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് വാദിച്ചു എന്ന് പറയുന്ന ഇതേ ടി കെ ഗോവിന്ദൻ്റെ ഭാര്യ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്ന് ഇതേ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലോ. പാർട്ടിയല്ലേ? നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരിക്കൂരിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടില്ലേ ടി കെ രമണി?
അത് സ്വന്തം ഭാര്യ തന്നെയല്ലേ? അപ്പോൾ എന്താണ്? അപ്പം ഭർത്താവ് ഇരിക്കുമ്പോൾ എന്താ ഭാര്യ രാഷ്ട്രീയത്തിൽ വരണ്ട എന്ന നിലപാടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുക? ഭർത്താവ് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഭാര്യ രാഷ്ട്രീയത്തിൽ വരരുത് എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്കറിയാമല്ലോ വൃന്ദ കാരാട്ടിനെ കുറിച്ചാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുക? വൃന്ദ കാരാട്ടിന് ക്ഷമിക്കണം, നമ്മൾ വൃന്ദ കാരാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ആയതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായി എന്ന് പറയാൻ കഴിയുമോ? ജഹാംഗീറിൽ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്ന വൃന്ദ കാരാട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗോഡ് ഫാദറിന്റെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നതെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കൂ? വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് 3 ടേമിന് പിന്നാലെ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഗ്യാപ്പ് ഗ്യാപ്പ് എടുക്കണം. ഭാര്യ ഭർത്താവും രണ്ട് വ്യക്തികളല്ലേ പാർട്ടിയെ സംബന്ധിച്ച്? അല്ല, അങ്ങനെയല്ല. ഞാൻ 3 ടേം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഭാര്യയെ നിർദ്ദേശിക്കുന്നത് ആരാണ്? അത് കുടുംബാധിപത്യം എന്നുള്ളത് പാർലമെന്റിൽ അതാണ് സ്മൃതി. കാര്യങ്ങൾ പറഞ്ഞല്ലോ. 7 പേർ എതിർത്തു, 3 പേർ പിന്തുണച്ചു. രാഷ്ട്രീയവും തമ്മിലുള്ള 7 പേർ എതിർത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിലൊന്നും അത് പാസ്സായി പോകത്തില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഭൂരിപക്ഷം ഒരു ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഭൂരിപക്ഷം എതിർത്തൊരു കാര്യത്തെ മുകളിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് പാർട്ടിയുടെ സംഘടനാ രീതി. അത് അദ്ദേഹം കൃത്യമായി മാറ്റി പറയുന്നത് ആണ് എൻ്റെ വിശ്വാസം. അതിന് തെളിവും ഒരു പക്ഷേ പാർട്ടിയുടെ ഘടകത്തിലുണ്ടാവും. എങ്ങനെയാണ് ഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുക? മുകളിൽ നിന്നല്ല നിർദ്ദേശം വന്നിരിക്കുന്നത്. എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഭൂരിപക്ഷ എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ടി കെ ഗോവിന്ദനെ പാർട്ടി ഈ തളിപ്പറമ്പിലെ MLA ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടി ഒരു നേതാവും പിന്തുണച്ചിട്ടില്ല. ഒരു നേതാവും. ലോക്കൽ കമ്മിറ്റിയിലാവട്ടെ മുകൾ തട്ട് വരെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെടുത്താൽ ടി കെ ഗോവിന്ദനെ പിന്തുണച്ചതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ തളിപ്പറമ്പിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അവിടെ എന്താ പ്രശ്നം? ഭർത്താവ് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് MLA സാർ. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ബിന്ദു ടീച്ചറിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് റദ്ദ് ചെയ്യുന്നത്? ബിന്ദു ടീച്ചർ തൃശ്ശൂരിലെ മേയർ ആയിരുന്നു എന്നുള്ളത് അങ്ങ് മറന്നുകളയും. AWDയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളത് മറന്നുകളയും. അവരുടെ SFI DYFI പ്രവർത്തനങ്ങളെല്ലാം മറന്നുകളയും. ആരാ PK ശ്യാമള? ഈ ഗോവിന്ദ മാഷിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ ഈ PK ശ്യാമള രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത്? സർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം DYFIയുടെ സെക്രട്ടറി ആയിട്ട് മാറുകയും ജില്ലാ ചുമതലയിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് തളിപ്പറമ്പിലും പിന്നീട് ആന്തൂരിലും അധ്യക്ഷയായിട്ടുണ്ട്, നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. 2 ഇടങ്ങളിലായിട്ടുണ്ട് അല്ലേ? ഇല്ലാത്തൊരു തർക്കത്തെ കുറിച്ചാണ് എനിക്കുണ്ട്. ഇന്ന് ടി കെ ഗോവിന്ദൻ വിസ്മരിക്കാൻ ശ്രമിച്ചത് PK ശ്യാമളയുടെ ഈ ചരിത്രമാണ്. 1978 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവർ SFIയിലേക്ക് വരുന്നത് ഭാവിയിൽ ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിക്കുന്നത് കണ്ടിട്ടാണോ? അതിനുശേഷം 1981-82 മട്ടന്നൂർ NSS കോളേജിൽ യൂണിയൻ വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ഭാവിയിൽ MV ഗോവിന്ദ മാഷിനെ കല്യാണം കഴിച്ച് തളിപ്പറമ്പിലെയും ആന്തൂരിലെയും ഒക്കെ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരാമെന്നും പിന്നീട് MLA ആയിട്ട് മത്സരിക്കാമെന്നും കരുതിയിട്ടാണോ? ടി കെ ഗോവിന്ദൻ ഈ ചരിത്രം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ എപ്പോഴും ഭർത്താവിൻ്റെ പിന്നിൽ കെട്ടിയിടുക. നമ്മൾ സാധാരണ പറയും ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ്റെ ഭാര്യ എന്ന് പറയില്ലല്ലോ ആരും. അമിതാഭ് ബച്ചൻ്റെ മരുമകൾ എന്ന് പറയില്ലല്ലോ. ഐശ്വര്യയുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷേ CPM-ൽ വരുമ്പോഴോ ഒരു പാർട്ടി രാഷ്ട്രീയത്തിൽ വരുമ്പോഴോ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് പുരുഷന്റെ അസ്തിത്വം പറയും. എന്നിട്ട് നമ്മൾ പറയും സ്ത്രീക്ക് പ്രാതിനിധ്യം കുറവാണേ. CPM-ൽ ഒരു സ്ത്രീ സാന്നിധ്യം അവിടെയുണ്ട്. എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിലാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ഘടകത്തിലാണ് എതിർപ്പറിയിക്കുന്നത്. ഒരിക്കലും ഭൂരിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞ മേൽഘടകം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വിയോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദൻ ഈ വിമർശനങ്ങൾ ഉയർത്തിയതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ്റെ ഈ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ അർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. 2, ഗോവിന്ദ മാഷിനെതിരെ ഹാപ്പിനെസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആരാ പറഞ്ഞത് അതിനകത്ത് അഴിമതി ഉണ്ടെന്ന്? ഏതെങ്കിലും ഒരു രേഖ പുറത്തുവിടാൻ പറ്റുമോ? കണക്ക് ഏതെങ്കിലും ഒന്ന്? ഒടുവിലത് ആ കണക്കിനെ കുറിച്ച് സ്പോൺസർഷിപ്പ് ആണോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു കണക്ക് എന്ന് കേൾക്കുന്നു, കേട്ട കാര്യം പറയുകയല്ല. ഒരു പാർട്ടി സെക്രട്ടറിക്ക് രേഖകളില്ല. ഓഡിറ്റ് നടത്താൻ പാർട്ടിക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു പരിപാടി ഇത്തരം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് കണക്കുകളില്ലാതെ അഴിമതി നടത്തി എന്ന് പറയാൻ കഴിയുക? പാർട്ടിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി നടത്തിയ പരിപാടിയാണോ? അതാ പാർട്ടിയുടെ MLA അവിടെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പുകൾ വരുന്ന ഘട്ടത്തിലാണ് പല പരിപാടികൾ നടത്തുന്നത്. ഇതേ കാര്യമാണ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് തമാശ എന്താണെന്നറിയാമോ? ഇതേ കുഞ്ഞികൃഷ്ണനും മധുസൂദനന്റെ കണക്കുകൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ കുഞ്ഞികൃഷ്ണന് ബോധ്യപ്പെട്ടില്ല. കുഞ്ഞികൃഷ്ണന്റെ കാര്യം കൂടി. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് മധുസൂദനന്റെ കണക്ക് ബോധ്യപ്പെട്ടില്ല. പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടു. പാർട്ടി ബോധ്യപ്പെട്ട എല്ലാ തട്ടിലും അത് ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ നടപടിയും അവിടെ ഉണ്ടായി. എന്താണ്? കൃത്യസമയത്ത് അത് കൊടുക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും പിന്നീടൊരു നടപടി അവിടെ ഉണ്ടായി. ആ നടപടിക്ക് ശേഷം അതിനെ അംഗീകരിച്ചയാളാണ് കുഞ്ഞികൃഷ്ണൻ. അതിനുശേഷം പിന്നീട് പുറത്തു വരുന്നത് എന്താ?
അതാണ് മധുസൂദനുമായിട്ടുള്ള വ്യക്തിപരമായ ഈഗോ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ടി കെ ഗോവിന്ദന്റെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ പിന്തുണയാണ് കിട്ടുന്നത്? വലതുപക്ഷത്തിന്റെ പിന്തുണയാണ്. എങ്ങനെയാണ് ഈ വലതുപക്ഷത്തെ കുഞ്ഞികൃഷ്ണന് പിന്തുണയ്ക്കാൻ പറ്റുക? കുഞ്ഞികൃഷ്ണനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? പ്രതിലോമ ശക്തികളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞവരുടെ പിന്തുണ സ്വീകരിക്കാൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്ക് പറ്റുക? ഇതേ കാര്യം തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. 7 തവണ MLA ആയതിനു ശേഷം പിന്നീട് വീണ്ടും മത്സരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമല്ലേ അവിടെ? അതല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നത്? സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ജി സുധാകരൻ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ഒരണു പോലും യോജിക്കാത്ത പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? അത് ഗോവിന്ദ മാഷിന് മാത്രം, അത് ടി കെ ഗോവിന്ദന് മാത്രമല്ല ഉള്ളത്, അത് കുഞ്ഞികൃഷ്ണനുണ്ട്, അത് ജി സുധാകരനുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം. ഇതാണ് രണ്ടാമത്തെ കാര്യം. തീർന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞു സമയം തരാം, ഇല്ലെങ്കിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇവരെല്ലാം ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് ആയപ്പോ കോൺഗ്രസിന് ജി സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, കുഞ്ഞികൃഷ്ണൻ ഉത്തമനും മഹാനുമായ കമ്മ്യൂണിസ്റ്റ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്. അതിനുശേഷം ഇപ്പോൾ ടി കെ ഗോവിന്ദനെ കുറിച്ച് ഏറ്റവും 6 പതിറ്റാണ്ടിന്റെ കാലത്തിന്റെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. ഒരു കമ്മ്യൂണിസ്റ്റ് CPM-ലെ ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു കോൺഗ്രസ്സുകാരന് ബോധ്യപ്പെടാൻ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ കാലത്തിന്റെ യവനികയ്ക്കുള്ളിലേക്ക് പറയണം, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരണം. ഒന്നുകിൽ കാലൻ വന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ സമയത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിളിക്കണം. ആ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. എത്ര മുദ്രാവാക്യങ്ങൾ കേട്ടതാ. ഈ ഗൗരിയമ്മയെ ആദ്യം വിളിച്ച വാക്കെന്താ? എന്തായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം? ഗൗരി ചോത്തി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊക്കൂടെ എന്ന് വിളിച്ചത് ആരാ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതേ ഗൗരിയമ്മയെ പാർട്ടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ പറയുന്നു പോരാളിയായ ഗൗരിയമ്മ എന്ന് പറയുന്നു. AKGയെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലൻ എന്താ പോവാത്തി എന്ന് ചോദിക്കുന്ന പാർട്ടി AKGയുടെ മരണശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര ചാർത്തി കൊടുക്കുക. ഇത് തന്നെയല്ലേ VS-ന്റെ കാര്യത്തിലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിലെ നേതാക്കളെ അധിക്ഷേപിക്കുകയും അതിനുശേഷം പിന്നീട് ഒന്നുകിൽ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതല്ലാതെയും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച്. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ സമയത്ത് വലതുപക്ഷം എന്ന് കോൺഗ്രസിനെ വിളിക്കുമ്പോൾ യഥാർത്ഥ വലതുപക്ഷം അവിടെ ചിരിക്കുന്നില്ല. വലതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. കണക്ക് പറഞ്ഞു തീർന്നോട്ടെ. എന്നിട്ട് സ്വന്തം പാർട്ടിയിലെ കണക്ക് ബോധ്യപ്പെടാതെ മധുസൂദനെതിരെ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നു. ആ കോൺഗ്രസ് വയനാട്ടിൽ പിരിച്ച പണം എത്രയാണെന്നോ അതിന്റെ ആപ്പ് എത്രയാണെന്നോ നമ്മൾ ഒരു പ്രദേശത്തെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് പാർട്ടി മറുപടി പറയാത്തപ്പോൾ അങ്ങ് കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മധുസൂദനൻ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച കണക്കിൽ ബോധ്യപ്പെടാത്ത കുഞ്ഞികൃഷ്ണൻ പോയി ചേർന്നിരിക്കുന്നത് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്നതിന്റെ പേരിൽ പൊതുപണം പിരിച്ച് അവിടെ ഒരു വീട് പോലും തറക്കല്ല് പോലും ഇടാതെ അവിടുത്തെ അടിസ്ഥാനം വീടിന് തറക്കല്ലിട്ടു. അവിടെ ഒരു ശിലാപലക കൊണ്ടുവച്ചു. ഇപ്പോൾ ആ ശിലാപലകവും കാണാനില്ല ആ സ്ഥലത്ത്. അവിടെ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ ആ ആപ്പ് നിർമ്മിക്കുന്നു പറഞ്ഞ ആപ്പും കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പാർട്ടിയുടെ പിന്തുണയാണ് സ്വീകരിക്കുന്നത്. അതിൽ വൈരുദ്ധ്യമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെയാണ് ഇവിടുത്തെയും കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിലാണ് അങ്ങ് പറഞ്ഞല്ലോ, എല്ലാത്തിനും മറുപടി പറഞ്ഞല്ലോ. എവിടെ മറുപടി പറഞ്ഞു? ഇവിടെ മനു തോമസും ഈ 2 വർഷത്തിനിടയ്ക്കാണ് പാർട്ടിയിൽ നിന്ന് പോയത്. മനു തോമസും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോയതാണ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പിന് എവിടെ മറുപടി പറഞ്ഞതാണ് പറയുന്നത്? കണക്ക് പറയുമെന്ന് പറഞ്ഞു. ആ കണക്ക് ആരാണ് കണ്ടിട്ടില്ല? ഇതുവരെ ആരും കണ്ടിട്ടില്ല. രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ബിൽഡിംഗ് ഫണ്ടിലേക്ക് വകമാറ്റി 35 ലക്ഷം രൂപ തിരികെ അതേ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങ് കേട്ടിട്ടുണ്ടോ മറുപടി? കുടുംബയോഗങ്ങളിൽ വിശദീകരിക്കുമെന്നാണെന്ന് പറഞ്ഞത്. ഏത് കുടുംബയോഗത്തിലാണ് വിശദീകരിച്ചത്? കുടുംബയോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ആർക്കാണ് ഈ കണക്ക് അറിയുക? എന്താണ് ഈ കണക്ക് അവതരിപ്പിച്ച സമയത്ത് പാർട്ടി നടപടിയെടുത്ത് ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താഴ്ത്തിയപ്പോൾ എന്താണ് ന്യായീകരണം? നോക്കൂ, അകത്തെ പോരാട്ടങ്ങൾ ഫലിക്കാതെ വരുമ്പോഴാണ് ആളുകൾ പുറത്തേക്ക് വരുന്നത്. അകത്തെ പോരാട്ടങ്ങൾ ഫലിക്കാതെ വരുമ്പോഴാണ് ആളുകൾ പുറത്തേക്ക്. അതിന് ചിരിക്കാനൊന്നുമില്ല. സംഭവിച്ചത് അകത്ത് പറയാനുള്ള പറഞ്ഞ കാര്യങ്ങൾ അവിടെ അതുകൊണ്ട് ഗുണമുണ്ടാക്കുന്നില്ല എന്ന് കാണുമ്പോൾ പുറത്തേക്ക് വരാൻ തീരുമാനിക്കുകയാണെന്നേ. പുറത്തേക്ക് വരാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പുറത്തേക്ക് വന്ന് പിന്തുണ സ്വീകരിക്കുന്നത് ആരുടെയാ?
ആരുടെയാ? എന്താ പിന്തുണ? നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? എന്താ ഈ വർത്താനം പറയുന്നത്? നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണോ കേരളത്തിൽ മത്സരിക്കുന്നത്? ഇന്ത്യ മുന്നണി ഇന്ത്യ കേരളത്തിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ അറപ്പും വെറുപ്പും പറയുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഈ വലതു മുന്നണി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബിജെപിയുടെ വലതു മുന്നണി എന്ന വാദമുണ്ടോ? ബിജെപി പോലെയാണോ കോൺഗ്രസ്? ബിജെപിയെ പോലെയാണ് കോൺഗ്രസ് എന്ന അഭിപ്രായമുണ്ടോ? ബിജെപിക്ക് കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയുടെ മകനെയും ഒരു മുഖ്യമന്ത്രിയുടെ മകളെയും സമ്മാനിച്ച ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ പേര് അതായിക്കോട്ടെ. നോക്കൂ, ഇങ്ങനത്തെ കണക്കുകളൊക്കെ ഓരോ കാര്യത്തിൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് കണ്ണൂരിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ആകെ കേരളത്തിലേക്ക് രാജ്യത്തേക്ക് മുഴുവൻ കറങ്ങേണ്ട കാര്യമില്ല. ഇന്ന് അമ്പലപ്പുഴയിൽ KPCC ജനറൽ സെക്രട്ടറി രാജിവെച്ചിട്ടുണ്ട്. പേരറിയാമല്ലോ, ജോബ്. അറിയാം. നാളെ ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ പോകാന്നറിയോ? അറിയില്ല. BJP. ആയിക്കോട്ടെ, അങ്ങനെ പോകുന്നൊരു പോട്ടെ. അപ്പൊ വലതുപക്ഷം എന്ന് പറഞ്ഞത് CC മോഹൻ എങ്ങടാ പോയത്? CC മോഹൻ CPIയുടെ അടുത്ത ഭാഷ. CC മോഹനെ ആരാ പോയി ഫോൺ വിളിച്ച് പാർട്ടിയുടെ പുറത്തേക്ക് വന്നിട്ട് പിന്തുണ തരാമെന്ന് പറഞ്ഞത്? ആയിക്കോട്ടെ, പിന്തുണ വരാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയൊന്നുമല്ല. അദ്ദേഹം ആദ്യമേ പാർട്ടിയുമായി പ്രശ്നത്തിലുണ്ടല്ലോ. BJPയിലേക്ക് പോകാനിരുന്ന CC മോഹൻ ഇല്ലാത്ത പരാതിയാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറ്റിച്ചു അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ പോയി CC BJP നേതാക്കളെയല്ല, കോൺഗ്രസ് നേതാക്കളെ കൈവിടുമ്പോ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ് ഈസ് an en route to BJP. അയ്യോ, നിങ്ങൾക്ക് രാജേന്ദ്രന്റെ കാര്യത്തിൽ ഒരു വിഷമമില്ല, പരാതിയില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ 65 പ്രധാനപ്പെട്ട നേതാക്കളും 7 മുഖ്യമന്ത്രിമാരെയും സംഭാവന ചെയ്ത പാർട്ടി BJPയുടെ 7 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ ഇന്ത്യയിൽ. ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന. CPMലെ ഏത് മുതിർന്ന നേതാവാ ഒരു BJP? നിങ്ങൾക്ക് BJPയോട് ഇല്ലാത്ത എതിർപ്പും വെറുപ്പും കോൺഗ്രസിനോടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രമൊന്നുമല്ല. നിങ്ങൾ ഈ വലതുപക്ഷം എന്ന് ആവർത്തിച്ച് കോൺഗ്രസിനെ വിളിക്കുമ്പോൾ അപ്പുറത്ത് വലതുപക്ഷമുണ്ട്. ആ വലതുപക്ഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരുന്ന മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിലെ വൈരുദ്ധ്യമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതെങ്ങനെയൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ ശ്രമിച്ചാലും സുധാകരൻ അമ്പലപ്പുഴയിൽ ആ വിശദീകരണത്തിൽ ബുദ്ധിമുട്ടുന്നത് കാണാം. അത് പിണറായിയുടെ രാഷ്ട്രീയം മുതൽ KSU സംഘടന രാഷ്ട്രീയം മുതൽ പൊതുവായിട്ട് കോൺഗ്രസ് പിന്തുടരുന്ന രാഷ്ട്രീയത്തിലെ ഓരോ ഘടകങ്ങളെയും ഇവരെങ്ങനെ വിശദീകരിക്കുന്നു എന്ന് കാണാൻ എനിക്ക് കൗതുകമുണ്ട്. എനിക്ക് ഒറ്റ മിനിറ്റ്. അതായത് ഇതിൽ പ്രകടമായ ഒരു സ്ത്രീവിരുദ്ധത ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് ഗോവിന്ദൻ മാസ്റ്റർ PK ശ്യാമളയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് TK ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ TK ഗോവിന്ദനോട് ഈ KP രമണിയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. നോക്കൂ, പാർട്ടി ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ത്രീ വേണ്ട എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതെ, എന്റെ ഭാര്യ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം അത് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മതി, എന്റെ ഭാര്യ വേണ്ട എന്നൊരു കടുത്ത സ്ത്രീ വിരുദ്ധത അദ്ദേഹം പ്രകടമാക്കി എന്നുള്ളതാണ്. പിന്നെ അങ്ങ് പറഞ്ഞതിൽ വേറൊരു കാര്യം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന KR ഗൗരിയമ്മയുടെ ഒരു പ്രതികരണം അങ്ങേക്ക് അറിവുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. CPM സംസ്ഥാന കമ്മിറ്റി ഒരു കൗരവ സഭയാണ്. 57 എന്നെ സഖാവ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇതുവരെ മറന്നിട്ടില്ല. EMSന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു. EMSനെ ഞാൻ ആദ്യമായി നമ്പൂതിരിപ്പാടെ എന്ന് വിളിച്ചു എന്ന് പറയുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുണ്ട്. ഇത് KR ഗൗരിയമ്മ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട്, KR ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും KR ഗൗരിയമ്മയെ കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടും, പക്ഷേ ഈ കാലയളവിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ KR ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. KR ഗൗരിയമ്മ ഇത് പറഞ്ഞത്, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ, KR ഗൗരിയമ്മ ഇത് പറഞ്ഞ കാലം എന്ന് പറയുന്നത് അവർക്ക് ഏറെ പ്രായമായതിനു ശേഷമാണ്. ആ അനുഭവം അവർക്ക് ഓർമ്മയുണ്ട്. ആ കാലവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംശയമുള്ളത് എന്നും ആക്ഷേപമുണ്ട്. അല്ല, മുദ്രാവാക്യം വിളിച്ചതാരാ? ഈ മുദ്രാവാക്യം വിളിച്ചതാരാ? ഞാൻ പറഞ്ഞത് ജാതി അധിക്ഷേപത്തെ കുറിച്ചാണല്ലോ. ആ ജാതി അധിക്ഷേപം പിന്നീട് പാർട്ടിയിലും ഉണ്ടായെന്ന് പറഞ്ഞത് KR ഗൗരിയമ്മയാണ്. ഗൗരിച്ചോദിയെ വേളി കഴിച്ച റൗഡി തോമസ് സൂക്ഷിച്ചോ എന്നുള്ളതാ. അതിന് ഞാൻ നമ്മൾ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഇങ്ങനെ ഒന്ന് ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ എന്താ പറഞ്ഞത്? ഗൗരിയമ്മയെ ഒരു ജാതി അധിക്ഷേപം നടത്തി മുദ്രാവാക്യത്തിലൂടെ അധിക്ഷേപിച്ച മുദ്രാവാക്യം വിളിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ഇതിന് അഭിപ്രായം ഉണ്ടോ? ഇല്ല, എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് CPMലും ഉണ്ടായിട്ടുണ്ടെന്നാണ് KR ഗൗരിയമ്മ പറഞ്ഞത്. അത് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന വിഷയമാണ്. അതിൽ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് അതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല. കോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മുദ്രാവാക്യത്തിന്റെ ഓണർഷിപ്പ് കോൺഗ്രസിനാണ്. അത്രേ ഉള്ളൂ, CPMനല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കാലൻ വന്ന് വിളിച്ചിട്ടും എന്ന് പറയുന്ന മുദ്രാവാക്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത്
അച്യുതാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ മിനിറ്റ് സാർ. വി.എസ്. അച്യുതാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത് ടി.കെ. ഹംസ അടക്കമുള്ളവർ ആ മുദ്രാവാക്യം വിളിച്ചവരാണ്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവരെ പിന്നെ പാർട്ടിയിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കാലഗണന അനുസരിച്ച് ഈ പിന്നെ EMSന്റെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ള വാദം അല്ല, ആ വാദം അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതിനേക്കാളും ഭേദം ഗൗരിയമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല അതാ പറഞ്ഞത്, ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ള പ്രശ്നം പറയും. അതോടൊപ്പം അവരിത് പറയുന്നത് ഏറെ അവർക്ക് പ്രായമായതിനു ശേഷമാണ്. ആ കാലഗണനയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രശ്നം. അങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല എന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം കണ്ണൂരിലെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം പറഞ്ഞാൽ അതിങ്ങനെ വിപുലപ്പെടുത്തി കേരളമാകെ വ്യാപിപ്പിക്കുകയും വേറെ തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇങ്ങനെയല്ല. ഇത് ഈ വിഷയത്തിലേക്ക് ഒരു സമയത്തും വിഷയത്തിൽ നിൽക്കില്ല. വിഷയത്തിൽ നിന്ന് ചാടി അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അതിനു മുന്നേ അങ്ങനെ പറഞ്ഞില്ലേ, ആ വർഷം അത് പറഞ്ഞില്ലേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അല്ല, ഞാൻ കണ്ണൂരിൽ ചർച്ച ചെയ്യൂ. കണ്ണൂരിനകത്തെ പ്രശ്നത്തെ രണ്ട് നേതാക്കൾ പുറത്തു വന്നു. മുൻ KPCC അധ്യക്ഷന് സീറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവാതിരിക്കുന്ന പാർട്ടിയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ കോൺഗ്രസിന് പ്രശ്നമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സുധാകരൻ ദിവസം എടുത്ത് ചർച്ച ചെയ്തല്ലേ. കഴിഞ്ഞ ദിവസം 2 ദിവസം ചർച്ച ചെയ്തില്ല. അപ്പൊ CPM ചർച്ച വന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നല്ലോണം അറിയാം. കോൺഗ്രസിന്റെ പിന്തുണയല്ലേ ടി.കെ. ഗോവിന്ദൻ സ്വീകരിച്ചത്? അതിനെന്താണ് അല്ല പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രശ്നം പറഞ്ഞിട്ട് വേണം. ഞാൻ സ്മൃതി പടം പറഞ്ഞു തുടങ്ങാം. അവിടുത്തെ കാര്യം മാത്രം പറയാം. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തളിപ്പൂട്ട് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നു. അതിൻ്റെ അകത്ത് പറയുന്നു തളിപ്പറമ്പ് അതിലൊരു സ്ത്രീ സ്ഥാനാർത്ഥി വേണം എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് PK ശ്യാമളയുടെ പേര് രാജേഷ് പറയുന്നു, ജില്ലാ സെക്രട്ടറി പറയുന്നു. അതിൻ്റെ അകത്ത് കുറേ പേര് എതിർത്തു, കുറേ പേര് അനുകൂലിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ടി.കെ. ഗോവിന്ദൻ പറയുന്നു സുകന്യനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് പറയുന്നു. സുകന്യയുടെ പ്രഖ്യാപിക്കുക അല്ല സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറയുന്നു. ബാക്കിയുള്ളവർ പല പേരുകൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ടി.കെ. ഗോവിന്ദൻ്റെ പേര് അവിടെ ആരും പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ പോലും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അതിൽ നിന്ന് ഒരാളുടെ പേര് PK ശ്യാമളയുടെ പേര് തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് അറിയിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നു, മണ്ഡലം കമ്മിറ്റി കൂടുന്നു. മണ്ഡലം കമ്മിറ്റി കൂടുമ്പോൾ മണ്ഡലം കമ്മിറ്റിയിൽ എല്ലാം അത് പാർട്ടി സിസ്റ്റമാണ്. അത് ആ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പേർ അനുകൂലിക്കും, കുറേ പേർ എതിർക്കും. 100% അനുകൂലിക്കുന്നവർ മാത്രം സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം 250 മണ്ഡലം അംഗങ്ങളുണ്ടെങ്കിൽ 100 മണ്ഡലം കമ്മിറ്റി ആ 100 അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രം ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഇവരുടെ മുന്നിലാണ് ഈ പറയുന്ന മണ്ഡല കമ്മിറ്റി യോഗം കൂടുന്നത്. അതിനകത്ത് ഈ പറയുന്ന ടി.കെ. ഗോവിന്ദൻ്റെ അഭിപ്രായം ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. അതോടുകൂടി അത് അവസാനിക്കേണ്ടതാണ്. എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഒരാളൊരു യുദ്ധത്തിന് ഇറങ്ങുകയാണ്, എല്ലാ ആൾക്കാരെയും തട്ടിക്കൂട്ടി യുദ്ധത്തിന് ഇറങ്ങുന്നു. അദ്ദേഹമാണ് നയിക്കുന്നത്. ഈ എതിർപ്പാളയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതേ അവസ്ഥയാണ് ടി.കെ. ഗോവിന്ദൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ 65 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നു. ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം ടി.കെ. ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം 65 വർഷത്തെ പാരമ്പര്യം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കണ്ണൂരിലെ സഖാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? PK ശ്യാമളയെ കുറിച്ചിട്ട് എന്താണ്? PK ശ്യാമള ഈ പറഞ്ഞ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ ടി.കെ. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം? അവർക്ക് എന്തെങ്കിലും അതുമായിട്ടുള്ള അവരെന്തെങ്കിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം അതിന് പ്രാപ്തിയായ ഒരു സ്ത്രീയല്ല, അത് പാർട്ടിയായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണ്, എന്തെങ്കിലും അഭിപ്രായം ഈ പറയുന്ന ടി.കെ. ഗോവിന്ദനുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം ടി.കെ. ഗോവിന്ദനെ സംബന്ധിച്ചുള്ള ആകെയുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? 3 വർഷം സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഈ പറയുന്ന PK ശ്യാമള വരുന്നു എന്നുള്ളതും ആകെ ഏക ആക്ഷേപം മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളൂ. ആ ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹം ഇത് കേരളം ഒരു സംസ്ഥാനത്ത് പല സംസ്ഥാന സെക്രട്ടറിമാരുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും ഭാര്യമാർ മത്സരിക്കുകയും MLA ആവുകയും മന്ത്രിയായും ചെയ്ത സംസ്ഥാനമാണ് കേരളം. അവിടെ ഈ PK ശ്യാമളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കരുത്. അത് PK ശ്യാമള മുൻപ് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടില്ലല്ലോ, ഒരു മന്ത്രിയായിട്ടില്ലല്ലോ. അവരെന്താണ് ഈ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ്. അവരെ പോലെ ഒരാളെ പരിഗണിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് അത് പരിഗണിക്കാൻ പാടില്ല എന്ന് പറയേണ്ടതാരാ? അത് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ PBയോ അല്ലെങ്കിൽ പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റോ ആണ്. അവർക്ക് അങ്ങനെ ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ അവിടെ ഒരു പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ആകെ ടി.കെ. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിയാകണോ ആകേണ്ടയോ എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ പേര് ആരും പറഞ്ഞിട്ടില്ല, എൻ്റെ പേര് ആരും പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടാത്ത ഞാൻ പിന്നെ എന്തിനാ ഈ പാർട്ടിയിൽ നിൽക്കുന്നില്ല ശൈലിയാണ് അദ്ദേഹം തിരിച്ച് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുകയാണ് എന്താ ഞാൻ മത്സരിക്കുന്നില്ല,
ഞാനിത് ഈ പാർട്ടിയിൽ നിന്ന് ഇത് പി കെ ശ്യാമളയനെ ഇങ്ങനെ ഒരു പ്രതിഭാസം ഈ പാർട്ടിയിൽ ഉണ്ടാകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഔചിത്യമുണ്ട്. ഈ ഔചിത്യമല്ല, ഇദ്ദേഹം എന്താണ്, ഇത് പാർലമെൻ്ററി പ്രവർത്തനമാണ്. പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഇറങ്ങി ഞാൻ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. 65 വർഷത്തെ പാരമ്പര്യം പിന്നെ ഇല്ല, 65 പാരമ്പര്യം അവർ അവസാനിക്കുകയാണ്. ഇന്ന് തുടങ്ങിയ എന്താണ്, ഈ പറഞ്ഞ വലതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹം. ആ മത്സരിച്ചതിന് ശേഷം പറയാണ് കോൺഗ്രസ് വർഗീയ കക്ഷികൾ ഒഴിച്ചിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ പിന്തുണ നേടിച്ച് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുക എന്ന് പറയുന്നതോടുകൂടി ആ സാധനം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ ഈ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഈ പറഞ്ഞ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാത്രമേ ഈ പറയുന്ന പരിപാടികൾ നടക്കാറുള്ളൂ. നിങ്ങൾ പൊന്നി തങ്ങം കണ്ടില്ലേ, തലശ്ശേരിയിൽ നടക്കുന്നില്ലേ, എറണാകുളത്ത് നടക്കുന്നില്ലേ, പിന്നെ സജി ചെറിയൻ്റെ മണ്ഡലത്തിൽ നടക്കുന്നില്ലേ, കണ്ണൂരിൽ നടക്കുന്നില്ലേ, തളിപ്പറമ്പിൽ നടക്കുന്നില്ലേ, എത്രയോ മണ്ഡലങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ 140 മണ്ഡലത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു 60% MLA മാരുടെ മണ്ഡലത്തിലും ഇതുപോലെയുള്ള ഹാപ്പിനെസ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം പങ്കെടുക്കുന്നത് കണക്ക് മണ്ഡലം കമ്മിറ്റിയാണ്. അതെ, ആ പരിപാടി അല്ല ഒരു മിനിറ്റ്, ആ പരിപാടികളെല്ലാം നടത്തുന്നത് സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് ആൾക്കാരും ഗാനമേളവും പാട്ടും എന്താണ് വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതിനാണ് എല്ലാ മണ്ഡലങ്ങളിലും പരിപാടി നടക്കുന്നത്. അത് ഈ കണ്ണൂർ മാത്രം അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അതൊരു വലിയ കുറ്റമായി കാണാൻ പറ്റില്ല. കാരണം അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ, കണ്ണൂരിൽ അങ്ങനെ ഒരു പരിപാടി നടത്തണ്ട എന്ന അഭിപ്രായമുണ്ടോ? കേരളത്തിൽ ഏറ്റവും ആദ്യം പരിപാടി നടത്തുകയും അത് വലിയ വിജയമായ മണ്ഡലമാണ്. പിന്നെ എന്താണ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാറി നിന്ന് അവിടെ വെല്ലുവിളിയായേനെ. എങ്ങനെ വെല്ലുവിളിയായേനെ? അദ്ദേഹം മാറി നിന്ന് സ്വതന്ത്രമായി മത്സരിക്കുന്നു. എനിക്ക് വലതുപക്ഷത്തിന് വേണ്ട, ഇതിനെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പ്രവണതയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഈ പ്രവണതയ്ക്കെതിരെ ഞാൻ വലതുപക്ഷ ആൾക്കാരെയും കൂടെ കൂട്ടിയിട്ട് അത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഞാൻ മത്സരിച്ച് നിയമസഭയിൽ വരും എന്നുള്ള നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവരെ പാർട്ടി സംരക്ഷിച്ചോണം എന്ന് പറയുന്ന രീതിയിൽ നോർമലി എന്താ സംഭവിക്കുക, പാർട്ടി പുറത്താക്കും, പാർട്ടി മാറ്റി പരിപാടി അല്ലല്ലോ. ഒരു മിനിറ്റ് മാധു പറഞ്ഞ ഇടപെട്ടില്ലല്ലോ ഞാൻ. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ശൈലജ ടീച്ചറെ കുറിച്ച് പറഞ്ഞു. ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് മാറി, പേരാവൂരിൽ മത്സരിക്കാൻ പാടില്ല. 2006 ശൈലജ ടീച്ചർ അവിടുത്തെ MLA ആണ്, പേരാവൂരിൻ്റെ പേരാവൂരിൻ്റെ MLA ആണ്. ഈ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തിയ MLA ഏതാണ് അവിടെ, അല്ലേ? ആ ശൈലജ ടീച്ചറിന് പിന്നെ എന്താണ് നമ്മുടെ മട്ടന്നൂരിൽ MLA ആയതുകൊണ്ട് വേറെ അവിടെ തിരിച്ച് മത്സരിക്കാൻ പാടില്ല എന്നുള്ള സംവിധാനമുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് മണ്ഡലം, KPCC പ്രസിഡന്റിൽ അവിടെ മത്സരിപ്പിച്ചത് അവിടെ മുൻ MLA ആയി ശൈലജ ടീച്ചറിൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ്. ഈ പേരാവൂർ എന്ന് പറയുന്നത് ആ പേരാവൂർ അല്ല, അത് പറഞ്ഞോട്ടെ, അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. TK ഭാസുരൻ പറഞ്ഞല്ലോ, TK ഗോവിന്ദൻ പറഞ്ഞ കാര്യമാണത്. അദ്ദേഹം മത്സരിച്ചത് ശൈലജ ടീച്ചറുടെ വീടിരിക്കുന്ന മണ്ഡലത്തിൽ, അദ്ദേഹം മുൻ MLA ആയ സ്ഥലത്ത് അവിടെ പോയി മത്സരിച്ച് ആ ടീച്ചർക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പാർട്ടി വിലയിരുത്തലാണ്. ആ പാർട്ടി വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പിന്നെ ടീച്ചറെ അവിടെ മത്സരിപ്പിക്കുന്നത്. അല്ല ഒരു മിനിറ്റ്, അവിടെ മത്സരിച്ചോട്ടെ. അപ്പൊ TK ഗോവിന്ദൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അതെന്തോ വലിയ അപരാധമായും ഏതോ കുറ്റമായിട്ട് പറയുകയാണ്. അവരെ എന്തിനാ അവിടെ തളിപ്പറമ്പിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നത്? അവിടെ തളിപ്പറമ്പ് കൊണ്ട് മത്സരിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി, അതാ എവിടുത്തെ നിയമം ആരാ തീരുമാനിച്ചത്? അങ്ങനെ TK ഗോവിന്ദനാണ് തീരുമാനിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം, അത് തളിപ്പറമ്പിൽ വേണം. അവിടെ 2 സ്ഥാനാർത്ഥി വേണം, 2ആണ് പാർട്ടി തീരുമാനമെങ്കിൽ ഒന്ന് പേരാവൂരിൽ മത്സരിക്കുന്നു, ഒന്ന് തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹം അതാ പറഞ്ഞത്. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം എന്നുള്ളത്. അത് ശ്രീമതി ടീച്ചറാണ്, പിന്നെ നമ്മുടെ ശൈലജ ടീച്ചറാണെന്ന് TK ഗോവിന്ദന് പറയാൻ കഴിയത്തില്ല. അതങ്ങനെ ശൈലജ ടീച്ചറെന്ന് പറയാൻ തെറ്റിദ്ധരിച്ചതല്ല ഞാൻ. തളിപ്പറമ്പിലെ കാര്യം ഒരു വനിത വേണം എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. അതെ, ജില്ലാ സെക്രട്ടറി പറയുന്നു. അപ്പോൾ സുകന്യ എന്ന പേര് ഇദ്ദേഹം വയ്ക്കുന്നു. അപ്പോൾ അതല്ല PK ശ്യാമള എന്ന് അദ്ദേഹം പറയുന്നു. അത് ജില്ലാ സെക്രട്ടറിയിൽ വരുമ്പോൾ 7 പേർ അതിനെ എതിർക്കുന്നു, 3 പേർ പിന്തുണയ്ക്കുന്നു. ശൈലജ ടീച്ചറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞില്ലേ? ശൈലജ ടീച്ചറിന്റെ കാര്യം പറഞ്ഞ് അവിടെ എന്താണ് സ്കേപ്പ് ഔട്ട് ആക്കുന്നത്. അങ്ങനെയല്ല, ആ ശൈലജ ടീച്ചറെ തളിപ്പറമ്പിൽ കൊണ്ട് മത്സരിപ്പിച്ചുകൂടെ ചോദിച്ചല്ലോ. ചോദിച്ചു, അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞത്. അതിന് മറുപടി ഇല്ല. ശൈലജ ടീച്ചറെ തളിപ്പറമ്പിൽ കൊണ്ട് മത്സരിച്ചുകൂടെ? സുകന്യനെ പറ്റില്ലെങ്കിൽ വിജിനെ കൊണ്ടുവരാമല്ലോ. വിജിനെ കൊണ്ടല്ല, ശൈലജ ടീച്ചർ. നിങ്ങൾ ശൈലജ വിടുന്നതിനാ? ശൈലജ ടീച്ചറേയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതാണ്. ശൈലജ ടീച്ചറിനെ ശൈലജ ടീച്ചറിനെ ശൈലജ ടീച്ചറിനെ ഈ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നതിന് എന്താ തെറ്റ്?
അതിന് മറുപടി പറയണ്ടേ? ഈ പറഞ്ഞ എന്തോ കുറ്റം പോലെ പറയുമ്പോ അതിൽ എതിർപ്പുണ്ടായിരുന്നു, അവർക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തു. അതാണ് പറയുന്നത്. ഞാൻ നമ്മൾ ചോദിക്കും കെ ശൈലജ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കെ ശൈലജ ഏറ്റവും ഒടുവിൽ പറഞ്ഞെന്താ? പേരാവൂർ എന്റെ നാടല്ലേ, അവിടെ മത്സരം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളോട് പിന്നീട് മന്ത്രിയാകണ്ടെന്ന് പറയുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ കുത്തകയായ പേരാവൂരിൽ പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസിന്റെ കുത്തകയായ പേരാവൂരിൽ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ അതികായകനെ തോൽപ്പിച്ച് ഈ നിയമസഭയിൽ വന്ന ആളാണ് ശൈലജ ടീച്ചർ അല്ലേ? ആ സ്ഥാനാർത്ഥി അതേ ആള് രണ്ടാമത് ശൈലജ ടീച്ചറെ തോൽപ്പിച്ച് പിന്നെ അധികാരത്തിൽ വന്നു. അവരെ തോൽപ്പിക്കാൻ വിടേണ്ടത് ഈ ശൈലജ ടീച്ചറാണെന്ന് തീരുമാനിച്ചത് പാർട്ടിയാണ്. അത് അങ്ങനെ വിടാൻ പാടില്ല. അതെന്തോ വലിയ അപരാധമാണെന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മട്ടന്നൂരിലെ വലിയ ഭൂരിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുക. മട്ടന്നൂർ പാർട്ടി കോട്ടയാണ്. അവിടെ ആര് മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും. അത് ശൈലജ ടീച്ചർ എന്നല്ല, അതിന് മുൻപുള്ള ഒരു മത്സരം വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലേ? അതിന് ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മനഃശുദ്ധിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം 65 വർഷത്തെ പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനിതാ ഈ പ്രവണതയ്ക്കെതിരെ സ്വതന്ത്രമായൊരു നിലപാടെടുത്ത് മാറി നിൽക്കാൻ തീരുമാനിച്ചു, ഞാനിതാ സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും നാളും തള്ളി പറഞ്ഞ കോൺഗ്രസിന്റെ കൂടെ അവരെ ഇത് പിടിച്ചിട്ടാണ് നാളെ മത്സരിക്കാൻ. സണ്ണി ജോസഫിനെയാണ് പോയി കണ്ടത്. അതേപോലെ സണ്ണി ജോസഫിനെ പോയി CPM നന്നാക്കാൻ അല്ല. ഇന്നത്തെ ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ് കൂടി കഴിഞ്ഞപ്പോഴും ആരും വലിയ കാര്യമായിട്ട് ഇത് ചെയ്യാൻ കാരണം എന്താണ്? അവർക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇത് ഇങ്ങനെയൊക്കെ സപ്പോർട്ട്. കാരണം പിണറായി വിജയൻ അറിയാവുന്നേ ഇദ്ദേഹം പോയി ചർച്ച നടത്തിയതല്ല അറിയാം. ആദ്യം പിണറായി വിജയനോട് പോയി ചർച്ച ചെയ്തതിൽ തീരുമാനമായിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ അതിന് മുന്നേ എതിർ പാർട്ടിയിലുള്ള അങ്ങനെയല്ല പറഞ്ഞത്. പിണറായി വിജയൻ ഈ PK ശൈലജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാലത്ത് KPCC അധ്യക്ഷനായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അതായത് ഈ പാർട്ടി നടപടികൾ, അതായത് അർജുൻ കല്യാണിന്റെ ചോദ്യം എന്താണ്? അർജുൻ കല്യാണിന്റെ ചോദ്യം അല്ല, പിണറായി വിജയൻ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ അല്ല. അർജുൻ കല്യാണിന്റെ ചോദ്യം എന്താണ്? അർജുൻ കല്യാണിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നിങ്ങൾ വിജയേട്ടൻ എന്ന് വിളിച്ചിട്ടുള്ള പിണറായി വിജയൻ അറിയാവുന്നതല്ലേ? നിങ്ങൾ പിണറായി വിജയനോട് സംസാരിച്ചില്ലേ ചോദിച്ചപ്പോഴാണ്. അതാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, പഴയ കഥയല്ല പറഞ്ഞത്. ഈ കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല? ഈ കാര്യത്തെ കുറിച്ച് തന്നെയാണ്. എന്താണ് പ്രശ്നം? PK ശ്യാമളയുമായുള്ളതാ പ്രശ്നം. എന്താ TK ഗോവിന്ദന്റെ പ്രശ്നം? പഴയ പ്രശ്നമാണോ? അല്ലല്ലോ. ഇപ്പൊ TK ശ്യാമള അവിടെ സ്ഥാനാർത്ഥിയായതാ പ്രശ്നം. ആ കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം. ആ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് പിണറായി വിജയൻ ഇടപെടില്ല എന്ന് പറഞ്ഞതിന് ഇടപെടാതിരിക്കാൻ കാരണം അതിനു മുന്നേ ഈ പറയുന്ന TK ഗോവിന്ദൻ കോൺഗ്രസുമായി ചർച്ച നടത്തിയേക്കാണ്. പിന്നെ എന്തിന് ഇടപെടുന്നത്? അല്ലല്ല, PK ശ്യാമളയുമായി ബന്ധപ്പെട്ട് PK ശ്യാമളയ്ക്കെതിരെ അന്ന് നടപടി എടുക്കുമെന്ന് പാർട്ടി പറഞ്ഞിരുന്നു. പിന്നീട് അത് ഉണ്ടായില്ല. അതാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം. എന്തായിരുന്നു അന്ന് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത്? എന്താ സംഭവിച്ചത്? ആന്തൂരിൽ എന്താണ് സംഭവിച്ചത്? 3 തവണ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പാകപ്പിഴകൾ കാണിച്ചു. ടൗൺ പ്ലാനർ വന്ന് പരിശോധിച്ചു. പൊതുമരാമത്തിന്റെ വിജിലൻസ് പരിശോധിച്ചു. ഒടുവിൽ അതിന് താൽക്കാലിക ലൈസൻസ് എപ്പോഴാണ് കിട്ടുന്നത്? ഈ നഗരസഭ നിർദ്ദേശിച്ചതനുസരിച്ച് കെട്ടിടത്തിലെ പാകപ്പിഴകൾ മാറ്റിയതിന് ശേഷമല്ലേ ലൈസൻസ് കിട്ടുന്നത്? അതിൽ PK ശ്യാമള കുറ്റക്കാരിയാണെന്ന് എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? തെളിവുണ്ടായിരുന്നോ? നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ആ റിപ്പോർട്ട്? പിന്നെ എങ്ങനെ നടപടിയെടുക്കുക PK ശ്യാമളയ്ക്കെതിരെ? അല്ല, ഞാനിവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ആ വസ്തുത അവിടെയുണ്ട്. പിന്നെ ഒരു ഫയൽ കാണാനില്ല എന്നാണ്. ഏത് ഫയല്? ഫയൽ കാണാനില്ലെന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞ ഫയൽ കാണാനില്ല. എല്ലാ സംസാരത്തിലും ഒരാളുടെ മരണത്തിൽ ഇത്ര നിരുത്തരവാദിത്വം നടന്നിട്ട് ഈ 6 വർഷം മിണ്ടാതിരുന്നിട്ടാണോ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്ന് പറയണായിരുന്നു. ഇത്ര മാന്യനായിരുന്നു അന്ന് പറയണായിരുന്നു. അല്ല, അത് മിണ്ടായിരുന്നില്ല. ഇപ്പൊ കോൺഗ്രസിനോട് ഓർമ്മ. ഇപ്പൊ
അധ്യാപകർക്കോ ചുവപ്പ് നാട ഇല്ലാത്ത സംസ്ഥാനത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട യാതൊരു ദുരിടപെടലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശരി, അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്ല സ്മൃതി, എത്ര രൂപയുടെ കടം ഉണ്ടായിരുന്നു സാജന് അറിയാമോ? 1.5 കോടി രൂപയുടെ കടം ഉണ്ടായിരുന്നു. 2 വില്ല വിറ്റ തീരാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര കോടിക്കാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്? 8 കോടിക്കാണ് നിർമ്മിക്കേണ്ടിയിരുന്നത്. എത്ര ചെലവായി? 18 കോടി. ഇതിൽ ദുർവ്യയം എടുത്ത് കാണിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇതെല്ലാം അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ്. അതിനുശേഷം ഇന്നേ വരെ പി കെ ശ്യാമളയ്ക്കെതിരെയോ ആ നഗരസഭയ്ക്കെതിരെയോ ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ഒരു തെളിവ്? ആ തെളിവുകളൊക്കെ കാണാതായി എന്നാ പറഞ്ഞത്. പിന്നെ ദുർവ്യയം സാജന്റെ കൺവെൻഷൻ സെന്റർ പ്രവർത്തിച്ചു തുടങ്ങിയത് ഈ നിർദ്ദേശങ്ങൾ പിന്നീട് പാലിച്ചതിന് ശേഷമാണോ അല്ലയോ? അല്ല, ഇതൊക്കെ ടി കെ ഗോവിന്ദൻ തന്നെ മറുപടി പറയും. ടി കെ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, ഇതാണ് ടി കെ ഗോവിന്ദന്റെ ഫയൽ എടുത്ത് മാറ്റി, ആരാ മാറ്റിയേ അതറിയത്തില്ല. അത് ഞാൻ അന്ന് കേട്ടു. ആ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെടുത്ത് മാറ്റിയെന്നറിയാം. മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റികൾ ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചുവപ്പ് നാട? മാധു പറഞ്ഞ ചുവപ്പ് നാട എന്താ ആന്തൂരിൽ സംഭവിച്ചത്? ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്തിനായിരുന്നു ആത്മഹത്യ? അല്ല, കുറിപ്പിനകത്ത് വികസന വിരുദ്ധരെന്ന് എഴുതിയാണ് ആത്മഹത്യ ചെയ്തത്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? കൺവെൻഷൻ സെന്റർ 18 കോടിക്ക് നിർമ്മിച്ചു. വലിയ ചെലവുണ്ടായി, ആ സാമ്പത്തിക ബാധ്യതയുണ്ടായി. ആ സാമ്പത്തിക ബാധ്യത എടുത്തു നോക്കി മാധു വിജിലൻസ് റിപ്പോർട്ട് കണ്ടായിരുന്നല്ലോ. ആ വിജിലൻസ് റിപ്പോർട്ടിനകത്തോ പിന്നീട് വന്ന ടൗൺ പ്ലാനറുടെ റിപ്പോർട്ടിനകത്തോ ഈ കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്നോ കുഴപ്പമില്ലെന്നാണോ എഴുതിയിരുന്നത്? കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്ന് തന്നെയാണല്ലോ. കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടും അതിൽ ഇടപെടേണ്ടായിരുന്നോ? എന്താ ചെയ്യേണ്ടിയിരുന്നു നഗരസഭാ അധ്യക്ഷ? ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ക്രമക്കേടുണ്ട് എന്ന് എഴുതി കാണിക്കുമ്പോൾ പിന്നീട് വിജിലൻസ് അതിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അത് പിന്നീട് ആ ക്രമക്കേട് മാറ്റിയതിനു ശേഷം കെട്ടിടം മാറ്റിയതിൽ ചില ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞ ശേഷം താൽക്കാലിക ലൈസൻസ് കൊടുത്തു. അപ്പം ഇടപെടേണ്ടായിരുന്നു. താങ്കൾ പറയൂ, നടപടിയെടുക്കും എന്നെന്തിനാണ് അതല്ല ഇതിന്റെ പ്രശ്നം? അല്ല, കേരളത്തിലെ ഒരു മിനിറ്റ്, ഈ പറയുന്ന ചുവപ്പ് നാടയൊക്കെ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണെന്നേ, അല്ലാതെ ഞങ്ങൾക്ക് പൈസ ഒരു നിമിഷം. ഈ കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണോ വേണ്ടയോ? വേണം. അപ്പൊ ഇതിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ട് 3 തവണ നോട്ടീസ് കൊടുത്തു. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഉടമ? അല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ തന്നെയാണ് ലോകത്തിൽ അഴിമതി നടക്കുക. അല്ലാതെ ആരും റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പറിൽ കൈക്കൂലി കിട്ടിയാലേ ഇത് നടപ്പിലാകൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് അഴിമതി നടക്കുന്നത്. നോക്കൂ, അദ്ദേഹമാണ് ആരോപിച്ചത്. ഈ പറയുന്ന പ്രശ്നമുണ്ടായി, ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. ഉണ്ടാക്കുന്നത് എന്തിനാണ്? അല്ലാതെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പറിൽ പണം വേണമെന്ന് പറഞ്ഞിട്ടല്ല എന്നല്ല. കെട്ടിട നിർമ്മാണത്തിന്റെ ചട്ടം ലംഘിച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റൂ. അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ് ഓരോ സർക്കാർ സ്ഥാപനത്തിലും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടോ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ടോ ലോണിന്റെ കാര്യത്തിനുമായി ബന്ധപ്പെട്ടോ രേഖകളുടെ കാര്യത്തിലോ പോയി വരുന്നവരോടൊക്കെ പൈസ തരൂന്ന് റവന്യൂ പേപ്പറിൽ എഴുതിയപ്പെട്ടിട്ടല്ല ഈ അഴിമതി നടക്കുന്നത്. ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ, അത് പരിഹരിക്കണം. ശരി, പോകുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ, അത് പരിഹരിക്കണം. അങ്ങനെ നടന്ന് മടുക്കുമ്പോഴാണ് ഈ പറയുന്ന അഴിമതി ഉണ്ടാകുന്നത്. അല്ല, അതിനുള്ള സമ്മർദ്ദം ഉണ്ടായി. ആ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന സംവിധാനം ഈ കോർപ്പറേഷനുമായി അല്ല, കൈക്കൂലി ചോദിച്ചെന്നുള്ള ആരോപണം അല്ല ഞാൻ പറഞ്ഞത്. സമ്മർദ്ദം ഉണ്ടായെന്നാ പറഞ്ഞത്. ഓരോ തവണയും ഈ കൺവെൻഷൻ സെന്റർ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ല, പാകപ്പിഴ എന്ന് 100 തവണ പറയുമ്പോഴാണ് ആളുകൾ സമ്മർദ്ദപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് അഴിമതി പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അഴിമതി പ്രവർത്തിക്കുന്നത്. അതായത് അവനവന്റെ വഴിയിൽ വരുന്നത് വരെ ഈ സമ്മർദ്ദം ചെലുത്തിയാണ് അഴിമതി
അഴിമതി പ്രവർത്തിക്കുക. അങ്ങ് പറയുന്നതാണ് ഒരു മിനിറ്റ്. ഒരു നിമിഷം മാധു, പാകപ്പിഴയുള്ള കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കണോ വേണ്ടേ? കൊടുക്കണ്ട. പക്ഷെ ഒരു കൊടുക്കണ്ട. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, കൊടുക്കാൻ പാടില്ല. ഇത് നോക്കൂ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇത് വളരെ വളരെ ക്ലിയർ ആയി, ഇതിൽ സംശയമൊന്നുമില്ല. അഴിമതി അങ്ങേക്കാണ് സംശയം. ഇത്രയേ ഉള്ളൂ. അഴിമതി ലോകത്ത് പ്രവർത്തിക്കുന്ന നാട് ഞാൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയാൻ വേണ്ടിട്ടല്ലേ? ശരി, അപ്പൊ ഞാൻ പറയട്ടെ. അഴിമതിയും ചുവപ്പ് നാടയും പ്രവർത്തിക്കുന്നത് സാധാരണക്കാരന് ഒരു ആവശ്യവുമായി സർക്കാർ ഉദ്യോഗസ്ഥരെയോ സംവിധാനത്തെയോ സമീപിക്കുമ്പോൾ 100 തവണ അവരെ കൊണ്ട് നടത്തിച്ചിട്ട് തന്നെയാണ്. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് സാധന ആത്മഹത്യ ചെയ്തത്. അതിനെയാണ് ചുവപ്പ് നാടെന്ന് മലയാളത്തിൽ പറയാം. റവന്യൂ പേപ്പർ 5 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചു വെച്ചിട്ടല്ല ആരും അഴിമതി നടത്തുന്നത്. പ്രസംഗം ഞാനും പ്രസംഗിക്കാം. അതല്ല പറഞ്ഞത്. ആന്തൂരിൽ സംഭവിച്ചത് പറയും. ആന്തൂരിൽ എന്താ സംഭവിച്ചത്? ആന്തൂരിൽ കെട്ടിടത്തിന് പാകപ്പിഴയുണ്ടെന്ന് നഗരസഭ കണ്ടെത്തുന്നു. ആന്തൂരിൽ സാജൻ മരിച്ചു. അതാണ് ടൗൺ പ്ലാനർ. എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? കേരളം കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് ആരോപണങ്ങൾ ആ തരത്തിൽ പുറത്തേക്ക് വന്നിരുന്നു. അതിൽ നീതി എവിടെയെങ്കിലും അഴിമതി ഉണ്ടെന്ന് എവിടെയെങ്കിലും കൈക്കൂലി വാങ്ങിയെന്ന് എവിടെയെങ്കിലും ഈ അഴിമതി എന്ന് പറഞ്ഞാലേ പച്ചനോട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉണ്ടാകുന്നത്. അല്ലെ, സംവിധാനം ചെലുത്തുന്ന സമ്മർദ്ദത്തിനും അഴിമതി. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തെന്ന് ആന്തൂർ സാജൻ പറഞ്ഞത് ഞാനല്ല. എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കപ്പെട്ടു. അതാണ് റിപ്പോർട്ട്. ഒന്നുകിൽ മാധു കണ്ടിട്ടില്ല, കാണാതെ മാധു ഈ പ്രസംഗം പറയുന്നത്. മാധു അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. ആ കൺവെൻഷൻ സെന്ററിൽ പാകപ്പഴ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയത് നഗരസഭ മാത്രമല്ല, വിജിലൻസ് കൊടുത്ത ശേഷം മാറ്റിയതിനു ശേഷം ആൻജോ ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്നറിയോ? പാകപ്പിഴ ഉണ്ടെങ്കിലും നിങ്ങൾ ലൈസൻസ് കൊടുത്ത് നഗരസഭാ അധ്യക്ഷൻ രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്യാമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തി ലൈസൻസ് കൊടുക്കാൻ പറ്റും? ഒരു അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ എങ്ങനെയാണ് ആന്തൂരിലെ അപാകത കേരളം കുറെ ചർച്ച ചെയ്തു. ആന്തൂരിൽ എതിരാളിയായി ഒരു സ്ഥാനാർത്ഥി നിൽക്കാത്ത ഇടമാണ്, പേടിക്കുന്ന ഇടമാണ്. ഒരു എതിർ സ്ഥാനാർത്ഥി സമ്മർദ്ദപ്പെടുത്തിയ BLO ആത്മഹത്യ ചെയ്തു. കെട്ടുറപ്പാ. പാർട്ടിയുടെ കെട്ടുറപ്പിനെ നിങ്ങൾ എന്താ പറയുന്നത്? അയ്യോ, ആ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്മൃതി സാർ ഒരു മിനിറ്റ്. ഈ വികസന വിരോധി എന്ന് പറഞ്ഞിട്ട് ഒരാള് പരാതി പിന്നെ ലെറ്റർ ഇത് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്താ എഴുതി വെച്ചിട്ട്? വികസന വിരോധികൾ എന്ന് പറഞ്ഞിട്ട്. വികസന വിരോധി എന്നതിനകത്ത് വേറൊരു വാക്ക് അതിനകത്തില്ല കേട്ടോ. വികസന വിരോധി എന്നാണ്. ആ വികസന വിരോധി എന്ന് പറയുന്ന സമയത്ത് അത് കൈക്കൂലിയാണെന്നും അത് ഇതിനകത്ത് എന്താ ആക്ച്വൽ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിന് നമ്പർ കിട്ടിയിട്ടില്ല. ഇതാണ് പ്രശ്നം. അതിനകത്ത് നമ്പർ കിട്ടുന്നത് അത് ചെയർപേഴ്സണാണ് കൊടുക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, അത് ചെയർപേഴ്സണാണോ കൊടുക്കുന്നത്? അത് ചെയർപേഴ്സൺ അവിടെ ഒരു ചെയർപേഴ്സൺ പറഞ്ഞാൽ അവിടുത്തെ ഒരു ബിൽഡിങ്ങിന് കൊടുക്കാൻ കഴിയില്ല സ്മൃതി മേഡം. അവിടുത്തെ ടൗൺ പ്ലാനർ ഉണ്ട്, അവിടുത്തെ എഞ്ചിനീയർ ഉണ്ട്. ഇന്നത്തെ കൗതുകകരമായി ഇന്നത്തെ ആർഗ്യുമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപാകതയുണ്ട്, ലൈസൻസ് നഗരസഭാ അധ്യക്ഷ ഇടപെട്ട് കൊടുക്കണം. ഒരു അപകടം ഉണ്ടായാൽ ഇതേ ആൾക്കാർ ഒന്ന് പറയും ഇത് ഈ വയലേഷന് ലൈസൻസ് കൊടുത്താൽ പ്രശ്നം. ഇത് വേണ്ട. ഈ നഗരസഭ ഈ കൺവെൻഷൻ സെന്ററിൽ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ബ്രേക്കിംഗ് വാർത്ത എന്താ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഭരിക്കുന്ന നഗരസഭയിൽ കെട്ടിടത്തിൽ അപാകത ഉണ്ടായിട്ടും നഗരസഭാ അധ്യക്ഷ ഇടപെട്ട് ലൈസൻസ്. ഏതായാലും ആവശ്യം വേണ്ടല്ലോ, ഒരാൾ മരിച്ചിട്ടില്ല. എനിക്ക് പറയാനുണ്ട്, കൊലയ്ക്ക് കൊടുത്ത ആള് ബത്തേരിയിലോ സ്ഥാനാർത്ഥി ആവോ ഇല്ലയോ? എന്താ വിഷയം? വന്നിട്ടുണ്ട്. ഒരാളല്ല രണ്ടുപേര്. ഒരാളല്ല പാർട്ടിയിലുണ്ടോ?
അയാൾ ഇപ്പോഴും എം എൽ ആ എ പാർട്ടിയിൽ പലയിടത്തുണ്ട്. MLA ഉണ്ടോ? കണ്ണൂരിൽ എല്ലാവരും എണ്ണ എടുക്ക് അപ്പോ കേട്ടോ. കോട്ട എല്ലാവരും എണ്ണ എടുക്ക്. കെ രമ ഇപ്പോഴും ഉണ്ടല്ലോ MLA ആയിട്ട്. അതുകൊണ്ട് കെ രമയുടെ ഭർത്താവിനെ കൊന്നവർ പാർട്ടിയിലുണ്ടോ ഇല്ലേന്ന് അന്വേഷിച്ചു. ആരാ ഉദ്ദേശിച്ചത്? എത്ര പേരുണ്ട് അന്വേഷിക്കാൻ? അത് പറയൂ, താങ്കൾ പറയൂ. എത്ര പേരുണ്ട്? പ്രതികരിക്കപ്പെട്ടവരെ എത്ര പേരുണ്ട്? അന്വേഷിക്കൂ. എത്ര പേരുണ്ട്? ആരാണ് ആ, കോട്ട പിളരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആരാണത്രേ? യെസ് സ്മൃതി, തർക്കം തോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാദം തക്കം വാദിച്ചു തോറ്റൂന്ന് അങ്ങ് തോക്കുമ്പോൾ വിചാരിക്കുകയാണ്. വാദിച്ചു തോക്കുമ്പോൾ അങ്ങ് ശബ്ദം ഉയർത്തി അങ്ങ് ജയിക്കരുത്. വിചാരിക്കുക ശബ്ദം ഉയർത്തുക. അങ്ങയുടെ അല്ലേ അല്ല, ശബ്ദം? എന്റെ- അങ്ങേക്കാണ് എന്നെക്കാളും എനിക്ക് ശബ്ദം. ലളിതമായ ഒന്നാമത്തെ കാര്യം ചോദ്യമേ ഉള്ളൂ. അല്ല, ലളിതമാണ്. അങ്ങ് ലളിതമായി വാട്ടർ ബോട്ടിലേക്ക് അതുകൊണ്ട് അങ്ങ് വിജയന്റെ എല്ലാ ദിവസവും അതാണ് ചെയ്യാറ്. വിജയന്റെ ആത്മഹത്യക്ക് ശേഷം എന്ത് നടപടിയെടുത്തത്? വിജയന്റെ ആത്മഹത്യക്ക് ശേഷം ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു. എങ്ങനെ ആ കൊടുക്കുന്നു? നഷ്ടപരിഹാരം കൊടുത്തല്ലോ എനിക്ക് യോജിപ്പില്ല. എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ യോജിപ്പില്ല. അല്ലേ അല്ല എന്നും സാറേ ഒരു മിനിറ്റ് എന്നും ഒരു മിനിറ്റ് സാറേ എന്നും അല്ല ഒരിടത്ത് മരണത്തെക്കുറിച്ച് കണ്ണൂരിൽ അങ്ങേക്ക് മറുപടി പറയേണ്ടി വരും. പറയേണ്ടി വരും. അല്ല ഒരു മിനിറ്റ് സാറേ ഒരു മിനിറ്റ് എന്നും വിജയന്റെ ആത്മഹത്യയിൽ DCC പ്രസിഡന്റ് പ്രതി, അവിടുത്തെ MLA പ്രതി, എന്നിട്ട് അവർ രണ്ടുപേരും പാർട്ടിയിലിരിക്കുക അല്ലെ? MLA ആയതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുക. അതെ കാരായി അത് സാറേ സ്ഥാനാർത്ഥി പരിഗണിക്കുന്നല്ല, അവിടെ പരിപാടി തുടങ്ങി പ്രകടനം. കാരായ സ്ഥാനാർത്ഥിയാണേ ഏതാ? നിർത്താം കേട്ടോ. കാരായ അല്ല സ്ഥാനാർത്ഥി അപ്പൊ ഉണ്ടാവുന്നേ അപ്പൊ ഇത് അംഗീകരിച്ചാൽ മതി. ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, അംഗീകരിച്ചാൽ മതി. ഇത് ഒരു പാർട്ടിയിലും മാത്രമാണെന്ന് പറഞ്ഞാൽ അടിച്ചു കിട്ടില്ല. എല്ലാ പാർട്ടിയിലും ഉണ്ടോ? കോട്ട പിളരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്ന് ഞാൻ യെസ് എന്നൊരാൾ, 3 പേർ നോ. Meet the editors.